Hi dear souls, welcome back to my channel Divine Speaks. നിങ്ങൾ ലൈഫിൽ സ്റ്റക്കായി നിൽക്കുകയാണോ? മുന്നോട്ട് ഇനി എന്ത് എന്ന് അറിയാത്തൊരവസ്ഥയിലാണോ? നമുക്കത് യൂണിവേഴ്സിനോട് ചോദിക്കാം, എന്താണ് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത്? അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എന്തിനാണ് തടസ്സപ്പെടുന്നത്? നോക്കാം. എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്? ഇതില് ഇപ്പോൾ നിങ്ങൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണുള്ളത്. നഷ്ടം, ബിസിനസ്സിൽ നഷ്ടമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയിപ്പോയി കാണാം. എന്തിൽ തന്നെയാണെങ്കിലും നിങ്ങൾ വളരെ ഒറ്റപ്പെട്ട് ഡിപ്രഷൻ മോഡിലിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. എല്ലാവരിൽ നിന്നും അകന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതൊന്ന് പുറത്തു വരണം എന്നാണ്. ക്വീൻ ഓഫ് വാൻഡ്സ് പറയുന്നത് അതൊന്ന് പുറത്തു വരണം. നല്ല എനർജി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും, പുറത്തു വരിക എന്നുള്ളതാണ്. പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ നഷ്ടത്തിന്റെ ആണ്, നമ്മുടെ സിറ്റുവേഷൻ നഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ മോഡാണ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എന്തൊക്കെയോ ഫെയിലിയേഴ്സ് ആണ് നമ്മുടെ ലൈഫിൽ നേരിട്ടത്. അതിൽ നിന്ന് നമ്മൾ റിക്കവർ ആയി വന്നിട്ടില്ല. പക്ഷെ റിക്കവർ ആകണം, ഉറപ്പായിട്ടും നമ്മൾ റിക്കവർ ആകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് പൊരുതി അതിൽ വിജയിക്കും എന്നാണ് പറയുന്നത്. നമ്മളൊരു ഈസി മോഡിൽ നമുക്കൊന്നും നേടാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് അതിനകത്ത് നമ്മുടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, എന്തിലായാലും നിങ്ങളുടെ പഠനത്തിലോ നിങ്ങളുടെ ജോലിയിലോ നിങ്ങളുടെ ഫാമിലിയിലോ ഒക്കെ ഈ ഒരു ലോൺലിനെസ് ഉണ്ടായാൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ള എനർജി വേസ്റ്റ് ചെയ്യാതെ ആ എനർജിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് അതിനകത്ത് സക്സസ് ഉറപ്പാണ്. ഓക്കെ, നമ്മളെല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അവസാനം സക്സസ്സിലേക്ക് എത്തും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാർഡ് കിട്ടിയവരാരും വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. ഈ ഒരു റീഡിംഗ് കണ്ടവരും ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ എനർജി ഉണ്ട്, അത് തിരിച്ചറിയുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. ഒരു പരാജയവും സ്ഥിരമല്ല, ഒന്നും ഒന്നിൻ്റെയും അവസാനവുമല്ല. എന്തൊക്കെയോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തുടക്കമായി കരുതുക. ഓക്കെ, ഹാവ് എ നൈസ് ഡേ, സ്റ്റേ ട്യൂൺ.